നമസ്കാരം, എൻ്റെ പേര് സ്വാതി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാർസിസ്റ്റിക് അബ്യൂസിനെ പറ്റിയാണ്. നാർസിസ്റ്റിക് അബ്യൂസിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു പഴയകാല മലയാള ചിത്രമാണ് മേഘം എന്ന് പറയുന്നത്. പ്രിയദർശൻ സാറിൻ്റെയും ദാമോദരൻ സാറിൻ്റെയും മേഘം എന്ന ചിത്രത്തിൽ നാർസിസ്റ്റിനെ പറ്റി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ പറയുന്നത് കൃത്യമായി ഇത് തന്നെയാണ് എന്നല്ല, പക്ഷെ നമുക്കൊരു നാർസിസ്റ്റിൽ കാണാൻ കഴിയുന്ന കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു നാർസിസ്റ്റിക് വിക്ടിംസ് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ക്ലയൻസ് നമ്മളോട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ നിങ്ങളോടൊപ്പം സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മേഘം എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രം നമുക്ക് അവതരിപ്പിച്ച തമ്പുരാൻ കുഞ്ഞാണ്. അപ്പോൾ തമ്പുരാൻ കുഞ്ഞിൻ്റെ ആ ഒരു ക്യാരക്ടറിലാണ് നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ആകട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ സെർവൻ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഓഫീസിലെ സബോർഡിനേറ്റ് ആകട്ടെ, ഇവർക്കൊക്കെ നാർസിസ്റ്റിക് വിക്ടിംസിൻ്റെ കുറേ ട്രേറ്റ്സും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ, നാർസിസത്തെ പറ്റി ഇപ്പോഴും മനസ്സിലാവാത്ത, നാർസിസം എന്നൊരു കാര്യം ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. പക്ഷെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മേഘം എന്ന ചിത്രത്തിൽ ഇത്തരക്കാരും നമുക്കിടയിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പറ്റി, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ട്രേറ്റ്സിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. മമ്മൂക്ക സാർ അവതരിപ്പിച്ച തമ്പുരാൻ കുഞ്ഞിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ കാസ്റ്റിന്റെ പ്രിവിലേജോട് കൂടി ജനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ആർമിയിൽ വളരെയധികം ഉന്നതമായ ഒരു പോസ്റ്റും കൂടി അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് അഹങ്കാരം തോന്നാവുന്ന ഒരു നിലയിൽ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുതരം എൻറ്റൈറ്റിൽമെന്റ് ഉണ്ട്. അതായത് ഞാൻ വലിയൊരാളാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും എനിക്കൊരു ബഹുമാനം കിട്ടണം എന്ന് അദ്ദേഹത്തിന് വളരെയധികം നിർബന്ധമുണ്ട്. അദ്ദേഹത്തോട് വളരെയധികം സബോർഡിനേറ്റ് ഉള്ള, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തോട് നിൽക്കുന്ന ആൾക്കാരെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരനോടും, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർമി ഉദ്യോഗസ്ഥരോടൊക്കെ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യം കാണിക്കുന്നതും, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം തരുന്ന സ്വന്തം ഭാര്യയോട് താല്പര്യക്കുറവ് കാണിക്കുന്നതും. അപ്പോൾ ചിത്രത്തില് തമ്പുരാൻ കുഞ്ഞ് എന്ന ക്യാരക്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാര്യയോട് വലിയ താല്പര്യമില്ല. അവർ കുറച്ച് മോഡേൺ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പഴയകാല ചിത്രങ്ങൾ മോഡേൺ ലൈഫ് ലീഡ് ചെയ്യുന്ന സ്ത്രീകളെ വളരെയധികം മോശപ്പെട്ട ആൾക്കാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ ഈ ഒരു ചിത്രം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു പോർട്രേ അല്ല അത് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ അന്നത്തെ വിവരമൊക്കെ എഴുതി നമുക്ക് തോന്നുന്നതാണ് പൂജ ഭട്ടർ അവതരിപ്പിച്ച സ്വാതി വില്ലത്തിയാണെന്ന്. ശരിക്കും വില്ലൻ മമ്മൂട്ടിയാണെന്ന് ഇപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണുമ്പോഴത്തേനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊതുവെ സെഷനുകളിൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു സംശയമാണ് അവരുടെ പങ്കാളി, ഭർത്താവാകട്ടെ അല്ലെങ്കിൽ ഭാര്യയാകട്ടെ, അവർ ഈ ഒരു ബന്ധം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം എഫേർട്സ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും എഫേർട്സ് ഇട്ടൊരാൾ ഇങ്ങനെ മാറുമോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു നാർസിസ്റ്റ് ആണെങ്കിൽ ഇത്രയും എഫേർട്സ് ഇടുമോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഈ ഒരു ചിത്രത്തിലും ഇദ്ദേഹത്തിന്റെ പങ്കാളിയായിട്ട് സ്വാതി വരുന്നത് ആർക്കും തന്നെ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ അമ്മയ്ക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ താല്പര്യമില്ല. അവരൊരു മോഡേൺ ചിന്താഗതിയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആർക്കും അത്ര താല്പര്യമില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം എഫേർട്സ് ഇട്ട് അദ്ദേഹത്തിന്റെ തറവാട്ട് പാരമ്പര്യത്തെയും സുഹൃത്തുക്കളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്വാതിനെ ഇദ്ദേഹം ഈ ചിത്രത്തിൽ കല്യാണം കഴിക്കുന്നത്. നമ്മുടെ പൊതുവായിട്ടുള്ള നാർസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇനിഷ്യലി അവർക്കൊരു വ്യക്തിയോടോ വസ്തുവിനോടോ താല്പര്യം തോന്നുമ്പോഴത്തേന് അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്സ് ഇടാനായിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള മടിയും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഇവരും ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇമോഷൻ ഉണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല. സാധാരണ മനുഷ്യന് കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്ന് പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും അതിൽ വ്യത്യാസം വരിക. പക്ഷെ ഇവരെ തുടക്കത്തിൽ കാണിക്കുന്ന ലവ് ബോണ്ടിങ് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകില്ല. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, മമ്മൂട്ടി ആദ്യം കാണിക്കുന്ന ആ ഒരു സ്നേഹം പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഈ വ്യക്തിയോട് കാണിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെ സംശയിക്കുന്നു, ഇവരോട് പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നു, ഇവരെ വല്ല മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്ക് ആ ഇൻറ്റൻസ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണും. സോ നാർസിസ്റ്റുകൾ നിങ്ങളെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള സ്നേഹം തന്നെയായിരിക്കും മുന്നോട്ട് കാണിക്കുന്നത് എന്ന് പ്രതീക്ഷിക്കരുത്. അവർക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇവര് എഫേർട്സ് ഇടാത്ത ആൾക്കാരാണല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവർ എഫേർട്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ താല്പര്യമുള്ള ആൾക്കാരല്ല എന്നുള്ളത്. തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ഭാര്യ ജീവിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചിത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അല്ലെങ്കിൽ തൻ്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് ഇവർ അമ്മയാകണം. അതായത് ഇവർക്കൊരു വോയിസ് ഉണ്ടെന്നോ ഇവർ വ്യക്തിയാണെന്നോ ഒരു തരത്തിലും ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹം പരിഗണിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആക്സിഡന്റലായിട്ട് അബോർഷൻ ഉണ്ടാകുമ്പോൾ പോലും അവരെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാതിരിക്കുക, അവരെ കൂടുതൽ കുറ്റപ്പെടുത്തുക, ഈ ഒരു ടെൻഡൻസിയാണ് ഈ ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്ന ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു എമ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. താൻ
താൻ എന്നൊരു ചിന്തയായിരിക്കും. ഒരു കുട്ടി എന്നതിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും. അതിപ്പോൾ അദ്ദേഹം തന്നെ ആ ചിത്രത്തിൽ പറയുന്നത് പോലെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കുന്ന ഒരു ഭാര്യയായിട്ടോ, അല്ലെങ്കിൽ അമ്മേനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ പ്രീതി പിടിച്ചെടുക്കാനായിട്ടോ, അല്ലെങ്കിൽ സമൂഹത്തിലൊരു സോഷ്യൽ സ്റ്റേറ്റസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ടായിരിക്കും ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടാകുക. അപ്പം ആ കുട്ടി പോകുന്നതോടുകൂടി ഇദ്ദേഹത്തിന് മറ്റേയാളോടുള്ള താല്പര്യം കുറയുന്നു. അയാളുടെ ആ മാനസിക അവസ്ഥയെ പോലും പരിഗണിക്കാതെ എന്ത് തരത്തിലുള്ള ബ്ലെയിമും അദ്ദേഹത്തിനോട് പറയുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഇദ്ദേഹം മാറുന്നു. അപ്പോൾ സ്ഥിരമായ നാർസിസ്റ്റിക് അബ്യൂസസിൽ വരുന്ന മറ്റൊരു സംശയമാണ്, ക്ലയൻസ് ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഇവർക്ക് കുട്ടികളോട് സ്നേഹമുണ്ടോ എന്നുള്ളത്. കുട്ടികളെ ഇവർ കാണുന്നത് മക്കൾ എന്നൊരു നിലയിലല്ല, അല്ലെങ്കിൽ ഇവർ കാണുന്നത് ഇവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് പ്രൗഡ് ആവാനുള്ള ഒരു അവസരമായിട്ടോ, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറിനെ മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഉള്ള ഒരു ടൂളായിട്ടോ ഒക്കെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ജെനറ്റിക്സ് പാസ് ചെയ്യും, ഇവരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒന്നായിട്ടാണ്. അപ്പോൾ ആ കുട്ടികളോട് ഇവർക്ക് സ്നേഹമല്ല, മറിച്ച് അവിടെയും ഇവരുടെ സ്വാർത്ഥമായ ചിന്താഗതികൾ തന്നെയാണ് ഇവർ ലീഡ് ചെയ്യുന്നത്. ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോൾ പോലും സ്വാതിയോട് ഇദ്ദേഹം വളരെയധികം മോശമായിട്ട് പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു തരത്തിലെ കള്ളങ്ങളും അവർ പറയുന്നില്ല എങ്കിലും താൻ കള്ളം പറയുന്നതാണെന്ന് വിശ്വസിക്കുന്നവനെ കള്ളം പറയാനും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കയറി എല്ലാ തരത്തിലും ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരെ വളരെയധികം മോശമായിട്ട് ഇദ്ദേഹം തന്നെ ചിത്രീകരിക്കുകയാണ്, വിത്തൗട്ട് എനി എവിഡൻസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നാർസിസ്റ്റിക് വിക്ടിംസ് ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവർക്ക് തന്നെ അറിയാം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതിൽ ഒരു തരത്തിലുള്ള ബേസും ഇല്ല. ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോൾ വെറുതെ അനാവശ്യം പറയുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്നാൽ തന്നെ വിക്ടിംസ് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇപ്പോൾ സ്വാതിയുടെ ക്യാരക്ടർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെ, അതായത് ഈ ബന്ധത്തിൽ നിന്ന് മാറിയതിനു ശേഷം പോലും ഇദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷെ നാർസിസ്റ്റുകൾ ഒരിക്കലും ഒരു തരത്തിലും ഒരു എക്സ്പ്ലനേഷനും തരാനും പോകുന്നില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. നാർസിസ്റ്റുകൾക്ക് എപ്പോഴും വിക്ടിംസിൽ ഒരു കൺട്രോൾ ഉണ്ടാകണം എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പൂജാമുറിയിൽ ഇത് ചെരുപ്പിട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ വളരെയധികം വിശ്വാസിയാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടാകും. പക്ഷെ നമുക്ക് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെയധികം കമാൻഡിങ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഇവർ ലേറ്റ് ആകുന്നതിന് പരസ്യമായിട്ട് അടിക്കുക. ഈ അടിക്കുന്നത് അദ്ദേഹത്തിന് ഡിഗ്നിറ്റി നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഭാര്യ അടിക്കുന്നത് ഡിഗ്നിറ്റി കൂട്ടുമെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് കൺട്രോൾ ഭാര്യയുടെ മേലുണ്ട് എന്ന് കാണിക്കുന്നത് തൻ്റെ ഡിഗ്നിറ്റി കൂട്ടും. തൻ്റെ ഡിഗ്നിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം. അതിന് അവരെ പരസ്യമായിട്ട് തല്ലാം. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിച്ചത് അതിന് കാരണം നീയാണ് എന്നാണ് അയാൾ പറയുന്നത്. അതായത് അയാളുടെ മനോഗതിയിൽ ഞാനൊരു കാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വം നീയാണ്. നമ്മുടെ ബിഹേവിയേഴ്സിന് നമ്മൾ റെസ്പോൺസിബിൾ ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പൊതുവെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പം നാർസിസത്തെ മാത്രമല്ല, ഇപ്പം ഞാൻ നിന്നെ ചീത്ത വിളിച്ചത് നീ എന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, ഞാൻ നിന്നെ അടിച്ചത് നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്. ആദ്യം മനസ്സിലാക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും നിങ്ങൾക്ക് ആ ബന്ധത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലാതെ അവരെ തിരിച്ചുപദ്രവിക്കുക, അവരെ ഫിസിക്കലി, വെർബലി, ഇമോഷണലി അബ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല അതിനുള്ള പ്രതിവിധി. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പൊതുവെ നാർസിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു ടാക്ടിക്കും കൂടി നമുക്ക് സാർ ഈ ക്യാരക്ടറിൽ കാണിച്ചിട്ടുണ്ട്. അവരെ അടിച്ചതിന് പോലും ഇദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. അതിപ്പോൾ സ്വാതിയുടെ ക്യാരക്ടർ ഇതിൽ പറയുന്നുണ്ട്, ആ ഒരു സീനിൽ പറയുന്നുണ്ട്, സോറി ഐ ഡിഡ്ന്റ് മീൻ ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറക്കണം, പിന്നെ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നാർസിസ്റ്റുകൾ പൊതുവെ കാണിക്കുന്ന ഒരു ട്രീറ്റ്. അതായത് ഇവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയൊന്നുമില്ല. പക്ഷെ ഇവർ വെറുതെ കുറേ സോറിയൊക്കെ പറയും, അല്ലെങ്കിൽ പോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വിക്റ്റിമായിട്ടൊക്കെ സ്വയം വിക്റ്റിമായിട്ടോ, അല്ലെങ്കിൽ എനിക്ക് പറ്റിപ്പോയി, എനിക്കൊരു വിഡ്ഢിയാണ് ഞാൻ, എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിത് എടുക്കും. നിങ്ങൾക്ക് ഈ നാർസിസ്റ്റിക് അബ്യൂസ് മനസ്സിലായി, നിങ്ങൾ ഇന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഡിവോഴ്സിന് ആവശ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക. ഞങ്ങളുടെ ക്ലയൻസും പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇവർ മ്യൂച്വൽ ഡിവോഴ്സിന് അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഡിവോഴ്സ് തടയാം എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. ഇവരതിനെ അനുവദിക്കാതിരിക്കും. അപ്പോൾ ഈ ഒരു ചിത്രത്തിലും 4-5 വർഷമായിട്ട് സ്വാതിയായിട്ട് ഇയാൾ പിരിഞ്ഞിരിക്കുകയാണെന്ന് കാണിക്കും. പക്ഷെ ഒരു കാരണവശാലും ആര് ചോദിച്ചാലും ഇദ്ദേഹം എന്ത് ചെയ്യില്ല, ഡിവോഴ്സ് അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ മരിക്കാൻ കാരണം എൻ്റെ സങ്കടം കണ്ടിട്ടാണ്. സോ ഇതിനുള്ള പെനാൽറ്റി, ശിക്ഷ, അതായിട്ട് ഈ ഒരു സ്ത്രീ ഇങ്ങനെ കഷ്ടപ്പെടണം, അവർ മൂത്ത് നരച്ചാൽ പോലും അവർക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ല. അതായത് ഇയാൾക്ക് തിരിച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം വേണമെന്നോ ഒരു ആഗ്രഹമില്ല. പക്ഷെ അവർക്ക് മറ്റൊരു പാർട്ട്ണർ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു വാശി, അല്ലെങ്കിൽ ഈ ഒരു വിക്ടിമിനെ പിന്നും വിട്ട് സഫർ ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി, ഇതൊക്കെ പൊതുവെ നാർസിസ്റ്റുകൾ കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾ വൺസ് ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഉള്ള കാര്യം അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ
ഫൈറ്റ് ചെയ്യേണ്ടി വരും. അവർ പിന്നും ചിലപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും അതിന് പുറത്തു വരാൻ പറ്റില്ല എന്നൊരു സാഹചര്യമില്ല. നിങ്ങൾ പക്ഷേ കുറച്ചും കൂടി സ്ട്രോങ് ആയി, നിങ്ങൾ കുറച്ചും കൂടി ഇതിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. കഴിയുമെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എവിഡൻസസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നിങ്ങൾ എപ്പോഴും നിരായുധരായി പോകുമ്പോഴാണ് ഇവർ കൂടുതൽ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എവിഡൻസസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. അതും വളരെ സൂക്ഷിച്ച് വേണം. ഇവർക്ക് ഒരു കാരണവശാലും മനസ്സിലാകരുത് നിങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങൾക്കെതിരെയുള്ള തെളിവ് എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് ആ തെളിവിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് നാർസിസ്റ്റുകൾ. അവർക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. പിന്നെ അടുത്തൊരു സംശയമാണ് പാർട്ട്നേഴ്സ് മാത്രമാണോ നാർസിസ്റ്റുകൾ എന്നുള്ളത്. അങ്ങനെയല്ല. ചിലപ്പോൾ മദർ ഇൻ ലോസ് നാർസിസ്റ്റുകളായിട്ടവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും നാർസിസ്റ്റിക് ആയിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ നാർസിസ്റ്റുകൾ പാർട്ട്നേഴ്സിനോട് മാത്രമല്ല ഈ ബിഹേവിയർ കാണിക്കുന്നത്, അവർക്ക് ചുറ്റുമുള്ളവരോടെല്ലാം അവർ ഈ ബിഹേവിയർ തന്നെയാണ് കാണിക്കുന്നത്. കാര്യം ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, അത് അവരുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരോടും അവർ കാണിക്കും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് വളരെയധികം വിശ്വാസമുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിനെയും ഇദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുജോലിക്കാരനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനോട് സ്നേഹവും കാണിക്കും, അതേസമയം കൺട്രോളും ചെയ്യും. മീനാക്ഷി എന്ന് പറയുന്ന ആ ക്യാരക്ടറിനോട് ഇദ്ദേഹം കാണിക്കുന്നത് സ്നേഹമൊന്നുമല്ല. ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഇത് നാട്ടിൻപുറത്തെ പെൺകുട്ടിയാണ്, അന്നത്തെ കാലമാണ്, നാട്ടിൻപുറത്തെ പെൺകുട്ടിയാണ്, സോ ഈ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമൊക്കെ ആ ചിത്രത്തിലൊരു പാട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പൂജാ ബെറ്റർ അവതരിപ്പിച്ച സ്വാതിയിൽ നിന്നും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മീനാക്ഷി. മീനാക്ഷി നാട്ടുപുറത്തുകാരി ആയതുകൊണ്ട് നമുക്ക് സ്വപ്നങ്ങളില്ല. ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇദ്ദേഹം പറയുന്ന പോലെ ഗർഭിണിയാകുന്നു, പ്രസവിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം സ്വപ്നത്തിൽ കൂടെ കാണുന്നത്. ആ ഒരു സ്ത്രീയാണെന്നും അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും ഒന്നും ഇദ്ദേഹത്തിന്റെ കൺസേൺ അല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ചിത്രത്തിൽ ഒരു തവണ പോലും മീനാക്ഷിയോട് അദ്ദേഹം ചോദിക്കുന്നില്ല നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊരു ചോദ്യം. അതിനു മുൻപേ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നതോടുകൂടി ഇവൾ വളരെയധികം സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്താൻ പോകുന്നു. അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതിനേക്കാൾ മേലുള്ളൊരു ബന്ധം. അപ്പോൾ ആ കുട്ടിക്ക് മറ്റൊരാളെ ഇഷ്ടമാണോ, തൻ്റെ സബോർഡിനേറ്റ് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുക. അവിടെ കാണാം നിങ്ങൾക്കൊരു നാർസിസ്റ്റിന്റെ മാനിപ്പുലേഷൻ. അത്രയും നാളും സ്വന്തം അനിയനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പറ്റി ഇല്ലാത്ത ഒരുപാട് നമ്മൾ പറയുന്നു. ഈ നാർസിസ്റ്റുകൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശത്രുത തോന്നിക്കഴിഞ്ഞാൽ സ്മിയർ ക്യാമ്പയിനിങ് ആ വ്യക്തിയെ പറ്റി വളരെയധികം മോശമായിട്ട് പറയുക എന്നുള്ളത്. അയാൾക്ക് ഒരു ലക്ഷ്യം നേടണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മണികണ്ഠൻ എന്ന ക്യാരക്ടറിനോട് ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊക്കെ വളരെയധികം മോശമായിട്ടായിരിക്കും. അപ്പോഴും ആ പെൺകുട്ടി പറയുന്നതോടില്ല എനിക്ക് ഇദ്ദേഹം തന്നെ വേണം. അപ്പോൾ ആ കുട്ടി അവളുടെ ആഗ്രഹം അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ അതിനിവിടെ യാതൊരു തരത്തിലുള്ള വിലയും ഇദ്ദേഹം കൊടുക്കുന്നില്ല. ഇദ്ദേഹം ഉടനെ തീരുമാനിക്കുന്ന എങ്ങനെയെങ്കിലും ദിലീപ് അവതരിപ്പിച്ച മണികണ്ഠനെ നശിപ്പിക്കണം, മണികണ്ഠനെ ഇതിൽ നിന്ന് പിന്മാറ്റണം എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിന് വരുന്നത്. സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം. ഇതാണ് ഒരു നാർസിസ്റ്റിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് മീനാക്ഷിയോടും ഇദ്ദേഹത്തിന് തോന്നുന്ന സ്നേഹമല്ല. നാർസിസ്റ്റുകൾ പൊതുവെ കാണിക്കുന്ന ഒരു ഇതാണ് സപ്ലൈ എടുക്കുക എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകും. ഈ ഒരു ചിത്രത്തിന് അത്രയും കാലം, ഒരു 4-5 വർഷങ്ങളോളം ഡിവോഴ്സ് നൽകാതെ ബുദ്ധിമുട്ടിച്ച ഭാര്യയ്ക്ക് പെട്ടെന്ന് ഡിവോഴ്സിന് ഇദ്ദേഹം അനുവദിക്കുന്നു. കാര്യം അദ്ദേഹത്തെ ഇവിടെ ബാധിക്കുന്ന വിഷയമായിട്ട് അപ്പോൾ മാറും. ഡിവോഴ്സ് കൊടുത്തില്ല എങ്കിൽ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റും. അല്ലാണ്ട് പെട്ടെന്ന് നിമിഷം കൂടെ സ്വാധീനം തോന്നുന്ന സ്നേഹമല്ല അത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തോന്നുന്ന സ്നേഹമാണ്. അങ്ങനെയാണ് ഇവർ ഈ ഒരു വിഷയത്തിനെ ഡീല് ചെയ്യുന്നത്. എല്ലാ വിഷയങ്ങളും ഇവർ ഡീല് ചെയ്യുന്നത് തൻ്റെ കാര്യം നോക്കിയിട്ട് തനിക്ക് എങ്ങനെയൊക്കെ ഇത് അനുകൂലമായി വരുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഇനി ഏറ്റവും രസകരമായിട്ടൊരു സീനുണ്ട്. അപ്പം പൊതുവെ നാർസിസ്റ്റുകൾ വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ലാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇദ്ദേഹം ആ ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട് ഈ ഡിവോഴ്സിന് ഒപ്പിട്ടതിന് ശേഷം ഇനി മുതൽ അവൾ സ്വാതി തമ്പുരാൻ അല്ല വെറും സ്വാതി എന്നുള്ളത്. അതായത് ഇദ്ദേഹം വിചാരിക്കുന്നത് സ്വാതി തമ്പുരാൻ എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് വലിയൊരു അംഗീകാരമാണെന്നുള്ളതാണ്. പക്ഷേ ഈ സ്വാതി തമ്പുരാൻ മാറുന്നതാണ് അവർക്കുള്ള ലിബറേഷൻ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. അപ്പോൾ നാർസിസ്റ്റുകൾ പൊതുവെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് പൈസ തരുന്നില്ലേ, ഞാൻ നിനക്ക് അത് ചെയ്തു തരുന്നില്ലേ, പിന്നെ നിനക്ക് എന്താണ്, നിനക്ക് ഇവിടെ ജീവിച്ചാൽ പോരെ, എന്നെപ്പോലെ ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിനേക്കാളും വലിയ സായുജ്യം എന്താണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളുടെ ഭർത്താവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ വലിയ സായുജ്യം എന്താണെന്നൊക്കെയാണ് ഇവർ സ്വയം ചിന്തിക്കുന്നത്. കാരണം ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇവരോട് മാത്രമേ സ്നേഹമുള്ളൂ, ഇവർ പാർട്ട്ണറിന് കൊടുക്കേണ്ട സ്നേഹം എന്ന ബേസിക് സാധനം കൊടുക്കുന്നില്ല എന്ന്. ഇനി അത്രയും നാൾ വളരെയധികം സ്നേഹത്തോടു കൂടി ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മണികണ്ഠൻ എന്ന ക്യാരക്ടറിനോട് ഈ പറഞ്ഞ ശത്രുത വന്നതിന് ശേഷം നാർസിസ്റ്റ് പെരുമാറുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവതരിപ്പിച്ച ആ ക്യാരക്ടർ പെരുമാറുന്ന ഒരു രീതിയുണ്ട്.
വല്ലാണ്ട് സഫർ ചെയ്യിപ്പിക്കുന്നു, ഒരുപാട് പണിഷ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ പണിഷ്മെന്റ് കൊടുക്കുന്നതനുസരിച്ച് മണികണ്ഠൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാർ, എനിക്ക് എന്തൊക്കെ ചെയ്താലും സാറിനോട് ഭയങ്കര ആരാധനയാണ്, സാറിന് എനിക്ക് മീനാക്ഷിയെക്കാളും ഭയങ്കര സ്നേഹം. ഇതാണ് നാർസിസ്റ്റിക് വിക്ടിംസിന്റെ ഒരു പൊതുവായിട്ടുള്ള ക്യാരക്ടർ. എത്രത്തോളം അവരെ പീഡിപ്പിച്ചവർക്ക് എന്തിനാണ് അവരെ പീഡിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ തന്നെ പിന്നും പിന്നും അബ്യൂസറോട് ഒരു തരത്തിലുള്ള സ്നേഹം ഇവർക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അബ്യൂസറി ചെയ്യുന്നതിനൊക്കെ എന്തോ കാരണങ്ങളുണ്ടെന്ന് ഇവർ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. അത്തരത്തിലുള്ള ഒരു കാരണങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇവർ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കാരണം ഉണ്ടായിരിക്കും, ഇദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും, ഇതുകൊണ്ടായിരിക്കും. പിന്നെ വിശ്വാസം, ദൈവവിശ്വാസം, അങ്ങനെ ഒരുപാട് ടാക്ടിക്സ് ഇവർ യൂസ് ചെയ്യും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ക്ലയൻസ് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദൈവവിശ്വാസം ഉപയോഗിച്ചിട്ട്, എല്ലാ മതങ്ങളിലും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടവരാണ് പാർട്ട്ണർ എന്നുള്ള നേരെ വ്യാജേന കാര്യങ്ങൾ വളച്ചൊടിച്ച് ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇവർ കാര്യങ്ങൾ വരുത്തും. അപ്പം ഇത് വിശ്വസിച്ച് കുറേ വർഷങ്ങൾ പാർട്ട്നേഴ്സ് കളയുകയും ചെയ്യും. 10-15 വർഷം കഴിഞ്ഞിട്ട് ഇതൊരു നാർസിസ്റ്റിക് അബ്യൂസ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതൽ പുരുഷന്മാരായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടോ കമ്മ്യൂണിക്കേഷൻ കാണില്ല. ഈ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ സ്വാതി ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് മുമ്പ് ശ്രമിക്കുന്നുണ്ട്, സംശയം കാണിക്കുന്നുണ്ട്. ആക്ച്വലി സംശയിക്കാനുള്ള യാതൊരു തരത്തിലുള്ള കാരണങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഈ സംശയം വരുമ്പോഴത്തേന് ഇത് പേടിച്ചിട്ട് ഇനി ഒരു സംശയം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടൊക്കെ ഇവർ ആ കോണ്ടാക്ട്സ് കട്ട് ചെയ്യും. അങ്ങനെ കുറേ കോണ്ടാക്ട്സ് കട്ട് ചെയ്ത് ഇവർക്ക് അവസാനം ഈ നാർസിസ്റ്റുമായിട്ട് മാത്രമായിരിക്കും ബന്ധം ഉണ്ടാവുക. അപ്പം നാർസിസ്റ്റുകൾ പൊതുവേ ചെയ്യുന്നൊരു പരിപാടിയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള സർക്കിൾ കട്ട് ചെയ്ത് ഇവരിലേക്ക് മാത്രമാക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾ അവരിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാതിരിക്കൂ. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും. അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള അബ്യൂസ് ചെയ്താലും വീണ്ടും വീണ്ടും വിക്ടിംസിന് നാർസിസ്റ്റിനോട് തോന്നുന്ന ആ ഒരു സ്നേഹത്തിന് നമുക്ക് ട്രോമ ബോണ്ടിങ് എന്ന് പറയാം. അതായത് കൂടുതലും അവിടെ ഉണ്ടാവുക ട്രോമയാണ്, പക്ഷെ ആ ട്രോമയിൽ നിന്നൊരു ബോണ്ടിങ് ഈ വിക്ടിംസിന് നാർസിസ്റ്റോടോട് ഉണ്ടാകാൻ തുടങ്ങും. അപ്പം അവരത് നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഈ വിക്ടിംസിനെ പിന്നും വിക്ടിംസ് ആയിട്ട് തന്നെ നിർത്തുകയും ചെയ്യും. ചിത്രത്തിൽ ഈ സ്വാതി ഇദ്ദേഹം ഡിവോഴ്സ് കൊടുത്തതിന് ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇദ്ദേഹത്തെ കാണാൻ വരുന്നൊരു സീനുണ്ട്. അപ്പം അതിൽ അവർ കൃത്യമായിട്ട് പറയും താങ്കളൊരു നാർസിസ്റ്റാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും താങ്കൾ വിശ്വസിച്ചിട്ടില്ല, താങ്കൾ എൻ്റെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ് എന്നെ കല്യാണം കഴിച്ചത്, അല്ലാണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഒരിക്കലും എന്നെ ഒരു ബഹുമാനം നൽകിയിട്ടില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പാറ്റേൺ ഉണ്ടാവും. സ്വാതി അവസാനം പറഞ്ഞു നിർത്തുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സുഹൃത്തായിട്ടെങ്കിലും നിങ്ങൾ എന്നോടൊപ്പം വേണം. അപ്പോൾ അവർക്ക് അത്രത്തോളം മെന്റൽ ആഗ്നി കൊടുത്താണ് അവർക്ക് അബോർഷൻ ആയത് എന്ന് വിശ്വസിക്കുമ്പോഴും ഇദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ അവർക്ക് അപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. വിക്ടിംസിന് പൊതുവെ അങ്ങനെ പറ്റാറില്ല എന്നുള്ള